ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആതിരാജിലും വ്ളോഗ്സ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെന്താണ്, ഇതൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് പിടിക്ക്, ശ്വാസം കിട്ടാതായി. അതുകൊണ്ട് നെക്സ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ടൈറ്റിലില്ലേ, ടൈറ്റിലിൻ്റെ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ കയറാനായിട്ടുള്ളൊരു ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അത്രമാത്രമേ ഉള്ളൂ കേട്ടോ, ജനറലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പം ഇതൊക്കെ പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻസാണ്. മോസ്റ്റ്ലി ഇന്ന് വന്നിട്ടുള്ള വിചിത്ര സിൽക്കിൻ്റേതും ജോർജറ്റിൻ്റെയൊക്കെ കളക്ഷനാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഇതിന് 1299 രൂപയാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് എല്ലാം തന്നെ. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണ് കേട്ടോ. 1499 ഈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. നല്ല ഒരു കളേഴ്സാണ് കേട്ടോ. എല്ലാം തന്നെ പേസ്റ്റൽ കളേഴ്സിൽ നിന്ന് മാറി കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സാണ് ഇത്തവണ വന്നിട്ടുള്ളത്. മെറൂണ് അങ്ങനെയുള്ള കളേഴ്സൊക്കെയാണ് കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബുക്ക് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുക്ക് ചെയ്യേണ്ട രീതി, സ്ക്രീൻഷോട്ട് എടുക്കുക. ഏത് പിക്ചറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഏത് മെറ്റീരിയലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. നമുക്ക് 2 നമ്പറുണ്ട് വാട്സപ്പിൽ. നമ്പറാണ് കൊടുത്തേക്കുന്നത്. വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ വാട്സപ്പ് ത്രൂ കോൾ ചെയ്യാം മെസ്സേജ് അയച്ചതിന് ശേഷം. അതല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ മാക്സിമം മെസ്സേജസിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഓർഡറുകളൊക്കെ വരുന്ന സമയത്ത് ഓൺലൈൻ പേയ്മെൻറ്റാണ്. മീൻസ് ഫസ്റ്റ് നമ്മൾ അയക്കണമെന്നുണ്ടെങ്കിൽ പേ ആദ്യം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് അയക്കുന്നുണ്ടാവുക. അതായത് ഓൺലൈൻ പേയ്മെൻറ്റാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് കൂടുതലും പറയാനുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം കൂടുതൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ റീസെല്ലിങ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള കസ്റ്റമേഴ്സ് കമ്മീഷൻ ബേസിസിലായിരിക്കും നമ്മുടെ ഒരു വർക്ക് വരുന്നത്. വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരിദാറിന് ഇത്ര രൂപ കമ്മീഷൻ എന്നുള്ള രീതിയാണ് കേട്ടോ. അത് അപ്പം തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അതിന് ശേഷമല്ല, നമ്മൾ മന്ത്ലി ഒന്നുമല്ല കമ്മീഷൻ കൊടുക്കുന്നത്. ഒരു ഓർഡർ കിട്ടിയാൽ അപ്പം തന്നെ ആ ഒരു ഓർഡറിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ആ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് കിട്ടുന്നതിൽ നിന്ന് എടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് അയച്ചു തരുന്നുണ്ടാവുക. അപ്പം കമ്മീഷൻ ബേസിസിലായിരിക്കും നമ്മുടെ ഓർഡേഴ്സുകൾ എടുക്കുന്നുണ്ടാവുക. മാക്സിമം 10 ഓർഡറൊക്കെ തരുന്ന 10 ഓർഡറുകളൊക്കെ വന്നതിന് ശേഷം ഡെയിലി ഓർഡർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കമ്മീഷൻ കുറച്ചും കൂടെ കൂട്ടും. അങ്ങനെ കൂടി വരും. അപ്പം നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക്. വേറൊരു ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് വെറുതെ ഫോൺ നോക്കി ചെയ്താൽ മതി. ചുമ്മാ ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇവിടെയൊക്കെ കയറിയിരുന്ന സമയം കളയുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വാങ്ങുന്ന ആൾക്കാരിലേക്കൊക്കെ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് 10 ഓർഡറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കും. കാരണം നല്ലൊരു ബെനിഫിറ്റായിട്ടുള്ളൊരു ജോലിയാണ്. കാരണം നമുക്ക് എഫേർട്ടൊന്നുമില്ല, യാതൊരു തരത്തിലുള്ള എഫേർട്ടുമില്ല. ഓൺലൈനാണ് എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാം. നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്റ്റാറ്റസ് വെക്കുകയോ, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ യൂട്യൂബിൽ ചാനൽ ക്രിയേറ്റ് ചെയ്യുകയോ, ഏതുവഴി വേണേലും നമുക്ക് പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യാം, കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് കമ്മീഷൻ കിട്ടും. അതിപ്പം ഒരു കസ്റ്റമറാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ഒരെണ്ണം എടുത്ത് നോക്കിയതിന് ശേഷം ക്വാളിറ്റി ബേസ് എങ്ങനെയാണ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പർച്ചേസ് ചെയ്താലും മതി. നമുക്ക് ഇതൊന്നുമില്ല, ഫസ്റ്റിലേ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണം എങ്ങനെയാണെന്നൊന്നുമില്ല. നമ്മുടെ ഗ്രൂപ്പിൽ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റീസെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് യാതൊരുവിധ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫണ്ട് ഇറക്കണോ ഒന്നുമില്ല. കസ്റ്റമറിൻ്റെ ഒരു ഓർഡർ പിടിക്കുക, ആ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സ് മേടിക്കുക, പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് മേടിക്കുക. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അത് നമ്മുടെ നമുക്ക് അതിന് ശേഷം ഓർഡർ ഇടുക. വിത്തിൻ 10 ഡേയ്സ് അല്ലെങ്കിൽ 12 ദിവസം. ഇപ്പം മഴയും ഫ്ലഡും ഒക്കെ വന്ന് ഭയങ്കര ഒരു വിഷയമായിട്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലും. അതുകൊണ്ട് നമുക്കൊരു 15 ഡേയ്സാണ് നമ്മൾ മാക്സിമം പറയുന്നത്. ചില ഐറ്റംസൊക്കെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഏരിയാസിലൊക്കെ, ടൗൺ ഏരിയാസിലൊക്കെ ഒരു 7 ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം DTDC പോലുള്ള പ്രൈവറ്റ് കൊറിയേഴ്സാണ് കേട്ടോ. ഇന്ത്യ പോസ്റ്റിൽ എന്താണെങ്കിലും ഭയങ്കര ഡിലേ ആണ്. കാരണം ഗവൺമെൻറ് ആയതുകൊണ്ടാവാം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ടാവാം ഇച്ചിരി ഡിലേ ആണ് ഇന്ത്യ പോസ്റ്റിൽ. അതിപ്പോൾ ഈ കേരളത്തിനകത്ത് അയച്ചു കഴിഞ്ഞാലും പുറത്ത് അയച്ചു കഴിഞ്ഞാലും അത് ഡിലേ ആണ്.
ഒരുപാട് ഡിലേ എന്നല്ല പറഞ്ഞത്, ഇച്ചിരി ഡിലേ ആവുന്നുണ്ട്. ഒരു അർജൻറ്റ് കേസസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം DTDC ഓർഡർ എടുക്കുക. DTDC കുറച്ചുകൂടെ ഫാസ്റ്റ് ഡെലിവറിയാണ് ഇന്ത്യ പോസ്റ്റലിനെ അപേക്ഷിച്ച്. അല്ലാണ്ട് ഭയങ്കര ഫാസ്റ്റാണെന്നല്ല, ഇന്ത്യ പോസ്റ്റൽ കമ്പയറിങ് ടു ഇന്ത്യ പോസ്റ്റൽ ഇത് ഒരു കുറച്ചും കൂടെ ഫാസ്റ്റാണ് കേട്ടോ. അപ്പം ഇന്നത്തെ റേറ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റീസെല്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്ത് പ്രോഫിറ്റ് വാങ്ങാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. പേഴ്സണലി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരാം. മാക്സിമം ഓർഡേഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഓണത്തിന് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഓണത്തിന് 25 ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ക്യാഷ് പ്രൈസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് ഇടാം, വാങ്ങുന്നവർക്ക് വാങ്ങാം. നല്ല നല്ല കളക്ഷൻസാണ് വരുന്നത്. യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണോ എന്നൊക്കെയോ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മൾ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, കേൾക്കുക. കണ്ടു കഴിഞ്ഞാലേ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ, കേട്ട് കഴിഞ്ഞാലേ റീസെല്ലിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.